സംസ്ഥാനത്തെ ഭാവി ആരുടെ കയ്യിൽ, ആര് ഭരിക്കും? നാളെ അറിയാം. 43 കേന്ദ്രങ്ങളായി നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകളാണ്. 8:30യോടെ ആദ്യ ഫലസൂചനകൾ എത്തും. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് 79.70% പോളിംഗ് ആണ്. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമാണെന്നും തെറ്റായ ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും രത്തൻ കേൽക്കർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനത്തിൽ ഇന്നാണ് വ്യക്തത വരുന്നത്. 79.70% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 20,028 സർവീസ് വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചത്. ഇന്നുകൂടി സർവീസ് വോട്ടുകൾ സ്വീകരിക്കും. അതിനാൽ ഇതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നാളെ നടക്കുന്ന വോട്ടെണ്ണലിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. EVM 8:30 ശേഷമായിരിക്കും എണ്ണി തുടങ്ങുന്നത്. എല്ലാ സംശയങ്ങളും തീർച്ച ശേഷം മാത്രമായിരിക്കും എണ്ണൽ പൂർത്തിയാക്കുക. തെറ്റായ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള മിസ്ഇൻഫർമേഷൻസ്, ഫാൾസ് ന്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻ എല്ലാവരുടെ എതിരെ ഉണ്ടാവും എന്നുള്ളത് കൂടി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എല്ലാവരും ഫോളോ ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വോട്ടെണ്ണലിനായി 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷയ്ക്കായി 32,301 പോലീസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് QR കോഡുള്ള തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. പെരുമാറ്റച്ചട്ടം മെയ് 6 വരെ ബാധകമായിരിക്കും. ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വിജയാഘോഷം ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിലക്കാം. സ്ട്രോങ് റൂം തുറക്കുന്നത് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾക്ക് ഇത്തവണ അനുമതിയില്ല. ഫലം പ്രഖ്യാപിക്കാൻ വൈകിട്ട് 5 മണിയാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.